ഇംഗ്ലണ്ടുമായുള്ള T20 പരമ്പരയിലെ മോശം പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ നേരിടുന്ന വിമർശനങ്ങൾക്കിടയിൽ സഞ്ജുവിന്റെ കൈവിരലിനേറ്റ പരിക്കിന് ശസ്ത്രക്രിയ നടത്തിയിരിക്കുകയാണ് അദ്ദേഹം. IPL-ന്റെ പുതിയ സീസണിന് ഇനി വെറും ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് സഞ്ജു സർജറിക്ക് വിധേയനായിട്ടുള്ളത്. ഇതോടെ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ പുതിയ സീസണിൽ കളിക്കുമോ എന്ന കാര്യവും സംശയത്തിലായിരിക്കുകയാണ്. സഞ്ജു കളിച്ചില്ലെങ്കിൽ അത് റോയൽസിനെ സംബന്ധിച്ച് തീരാ നഷ്ടം തന്നെയായിരിക്കും. അദ്ദേഹത്തിന് പകരം പുതിയ ക്യാപ്റ്റനെ കണ്ടെത്തുന്നതിനൊപ്പം തന്നെ ഓപ്പണറെയും അവർക്ക് തിരിയേണ്ടിയതായി വരും. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മലയാളി താരത്തിന് എത്ര നാളത്തെ വിശ്രമം വേണ്ടി വരുമെന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മുംബൈയിൽ വെച്ച് ഈ മാസം 2-നാണ് സഞ്ജു സാംസൺ കൈവിരലിന് ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മെഡിക്കൽ സംഘത്തോടൊപ്പം ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രം സഞ്ജു സാംസൺ ഫാൻ പേജ് എന്നീ പേജുകളിലൂടെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ മാസം 2-ന് ഇംഗ്ലണ്ടുമായി മുംബൈയിലെ വാങ്കഡയിൽ നടന്ന 5-മത്തെയും അവസാനത്തെയും T20-ക്കിടെയാണ് താരത്തിന്റെ വലതു കൈവിരലിന് പൊട്ടലേറ്റത്. പേസർ ജോഫ്രെ ആർച്ചറിനെതിരെ ബാറ്റ് ചെയ്യവേ ബോൾ ചൂണ്ടുവിരലിൽ കൊള്ളുകയായിരുന്നു. പരിക്കേറ്റ ശേഷം അധികം വൈകാതെ ഔട്ടായ സഞ്ജു പിന്നീട് ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സിൽ വിക്കറ്റ് കീപ്പിംഗിനും ഇറങ്ങിയില്ല. അടുത്ത മാസം 21-നാണ് IPL-ന്റെ 18-ാം സീസണിന് തുടക്കമാവുന്നത്. സാധാരണയായി കൈവിരലിന് പൊട്ടലേൽക്കുകയും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയും ചെയ്താൽ 2 മുതൽ 3 മാസങ്ങൾ വരെയെങ്കിലും വിശ്രമം ആവശ്യമായി വരാറുണ്ട്. നേരത്തെ ഇന്ത്യയുടെ മറ്റൊരു മുൻനിര ബാറ്ററായ ഋതുരാജ് ഗെയ്ക്വാദിന് സമാനമായ പരിക്കേറ്റപ്പോൾ 3 മാസത്തോളം കളിക്കളത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ IPL-ൽ ഈ സീസണിൽ ആദ്യ പല മത്സരങ്ങളും സഞ്ജുവിന് നഷ്ടമാകും. അങ്ങനെ വന്നാൽ ആരാവും പുതിയ നായകൻ? സഞ്ജുവിന്റെ അഭാവത്തിൽ ഒരുപക്ഷെ യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗിനാവും ക്യാപ്റ്റനായി നറുക്കുവീണിക്കുക. ആഭ്യന്തര ക്രിക്കറ്റിൽ അസം ടീമിന്റെ നായകൻ കൂടിയാണ് അദ്ദേഹം എന്നത് ഇതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു.